അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ്. ഇന്നത്തെ ഞങ്ങളുടെ വിഷയ ബാബുൽ ആമരി ബി അദാഇൽ അമാന, അമാനത്ത് നിർവഹിക്കടേ എന്ന വിഷയത്തിലുള്ള ബാബായിട്ടിക്കടെ. എന്തായിട്ടിക്കടെ അമാനത്ത്? അമാനത്ത് ചെന്നെങ്കിൽ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഒരു വസ്തു അതിനെ ഉടമസ്ഥനക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. അതിപ്പോ ഞങ്ങളുടെ കയ്യിൽ എന്താ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല തന്ന അമാനത്തുണ്ട്. അതേതായിട്ടിക്കട് അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്ത് നിസ്കരിക്കല്, നോമ്പ് പിടിക്കല്, ഇതുപോലത്തെ ഇബാദത്തുകൾ. പിന്നെ മനുഷ്യന്മാരുടെ ഞങ്ങൾ ഉള്ള അമാനത്തുണ്ട്. ഞങ്ങളൊരു നിരക്കരകം അവനില്ല, അവനിവിടെയൊക്കെ പോയിടും. അപ്പൊ ആ സമയത്ത് അവന്റെ സ്വത്തും സമ്പത്തും ഞങ്ങൾ നോക്കിയുള്ളു, അവനെ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോകാനായിട്ടിക്കട. അതുപോലെ മാപ്പിളെ പെഞ്ഞ പരസ്പരമുള്ള ഒരു വിശ്വസ്തത. അപ്പോ പെഞ്ഞായുടെ ഒരു രഹസ്യക്കട് അല്ലെ മാപ്പിളൊരു രഹസ്യക്കട് അത് കാത്തു സൂക്ഷിച്ചുള്ള എന്നുള്ളത് അങ്ങ് വീടേണ്ട അമാനത്തായിട്ടിക്കട്. അപ്പൊ അമാനത്തും ചൊല്ലത് വ്യാപകമായ ഒരു വിഷയമായിട്ടിക്കട്. അതായത് ഞങ്ങളെ മേലെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട അത് എന്താക്കടെ. ഇപ്പൊ നണ്ടിട്ട് കുറേ ഇത് നിങ്ങളെ കയ്യിലിക്കട്ട്, ഒരു തിങ്കൾ കഴിഞ്ഞിട്ട് തന്നെ മെയ്. അപ്പൊ നണ്ടിട്ട് വിശ്വസിച്ചിട്ട് അവനെ ഏൽപ്പിച്ചതായിട്ടിക്കട്. അല്ലെങ്കിൽ ചില വസ്തുവിടെ ആധാറായിട്ടിക്കട്, ചില വസ്തുവിടെ അതിലെ RTC ആവാം, അല്ലെ അതിലെ റെക്കോർഡ് ആവാം. ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ എന്താ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടിക്കട്. അപ്പൊ അത് തിരിച്ചിട്ട് ഞങ്ങൾ കൊടുക്കണം. അപ്പൊ അമാനത്തും ചൊല്ലത് വിശ്വസ്തത എന്നുള്ളത്. അതിലെ ഓപ്പോസിറ്റ് ആയിട്ട് വഞ്ചന ആക്കടെ, ഡോങ്കി ആക്കടെ, അല്ലെ തട്ടിപ്പ്. അപ്പോ ഈ അമാനത്ത് വീടുക എന്നുള്ളത് അത് ഒരു ഈമാനിന്റെ ഒരു ഭാഗമായിട്ടിക്കട്, ഒരു മോമിന്റെ ലക്ഷണമായിട്ടിക്കട്. അത് കുറഞ്ഞു പോകുമ്പോ ഈമാന്റെ പവർ കുറഞ്ഞു പോയോണ്ടിക്കട്. അപ്പൊ പരസ്പരമുള്ള ഹക്കുകൾ അമാനത്തുകളുണ്ട്. ഏത് ഞങ്ങളൊട്ട് ഏൽപ്പിച്ചതിക്കട്, ഞങ്ങളൊട്ട് വിശ്വസിച്ചിട്ട് ആൾമാർ അല്ലെ ഞങ്ങളെ ഓനർ നല്ല വ്യക്തി എന്ന് അവനിട്ട് ഞങ്ങൾ സമ്പർക്കിക്കട്. അപ്പൊ ഞങ്ങൾ ആ വിശ്വാസത്തിന് ഞങ്ങളെ മേലെ വെച്ച വിശ്വാസത്ത് ദ്രോഹാക്കുക തീരാന്നുള്ളത്, അതിക്ക് വിരുദ്ധമായിട്ട് ചെയ്യുക തീരാന്നുള്ളത്. അപ്പൊ ഈ അമാനത്ത് എന്നുള്ളത്, വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടത് എന്നുള്ളത് അത് പല മേഖലയിലും ഉണ്ട്. നിരക്കരമായിട്ടുണ്ട്, ഫ്രണ്ട്ഷിപ്പുമാരുമായിട്ടുണ്ട്, കുടുംബപരമായിട്ടുണ്ട്, മാപ്പിള പെഞ്ഞൈമാരായിട്ടുണ്ട്. എല്ലാത്തിനും ഉപരി അള്ളാഹും അടിമകളായ ഞങ്ങൾ, യജമാനനായ അള്ളാഹും ഞങ്ങളൊട്ടുക്കും അമാനത്ത് അള്ളാഹ് ഞങ്ങളൊട്ടുക ഏൽപ്പിച്ച അള്ളാഹുടെ തക്ലീഫാത്തുകളുണ്ട്. അത് ഖുർആനിൽ അള്ളാഹു അതിനെ സംബന്ധിച്ചത് അമാനത്ത് എന്ന് തന്നെയായിട്ടിക്കട്. അതിനെ സംബന്ധിച്ചുള്ള ആയത്തുണ്ട്. ഇങ്ങനെ ആകാശഭൂമികൾക്ക് ഞങ്ങൾ അമാനത്തിനെ കൊടുത്തത് നിങ്ങൾ നിർവഹിക്കടാറോ. അത് പേടിച്ചു പോയിത്ത് ആയത്തിപ്പിതിൽ പണ്ട് ഈ ബാബുൽ പണ്ട്. അപ്പോ ഈ നിസ്കാരം നോമ്പും അള്ളാഹു താല ഞങ്ങളിട്ട് ആക്കിയ തക്ലീഫാത്തുകൾ ആകാശഭൂമികളൊട്ടുക അള്ളാഹു താല ചെന്നപ്പോ അത് പേടിച്ചു പോയിത്ത്. അത് ഞങ്ങൾ വേണ്ട റബ്ബെ ചെന്ന് അത് പെറവ് ജാലിത്ത് മനുഷ്യ ഞാൻ നിർവഹിക്കാൻ ചെന്ന് മനുഷ്യ ഏറ്റെടുത്ത എന്നുള്ളത്. അപ്പോ ആ ഒരു അമാനത്തെ വിഷയമായിട്ട് ഇന്ന് ഞങ്ങളെ ബാബുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾക്ക് റിയാദുസ് സാലിഹീൻ വിവരിച്ച ആ ബാബ് ഞങ്ങൾക്ക് വിവരിക്കാം. ബാബുൽ അംരി ബി അദാഇൽ അമാനത്തി. ഞങ്ങളുടെ ബാബ് അമാനത്തുകളെ വീടണം എന്ന് കൽപ്പിക്കുന്ന ബാബ്. അമാനത്തുകളെ വീടണം എന്ന് കൽപ്പിക്കുന്ന ബാബ്. വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടത് അതര അവകാശികൾക്ക് അത് കൊടുക്കണം. നോക്കാം നമുക്ക് അതിൽ എന്ത് ചെല്ലണം. ഖാല അല്ലാഹു തആല ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. സൂറത്തുൻ നിസാഇ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളോട് കൽപ്പിക്കട അൻ തുഅദ്ദുൽ അമാനാതി, അമാനാത്തുകളെ നിങ്ങൾ വീടണം, ഇലാ അഹ്ലിഹ അതിന്റെ അഹ്ലുകാരിലേക്ക് വീടണം. ആര് വിശ്വസിച്ച് ഏൽപ്പിച്ചാറാ അങ്ങലേക്ക് തന്നത് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അമാനത്ത് എന്തിനെ ചെന്നതൊക്കെ ഞാൻ മുന്നിൽ വിവരിച്ചത്. വക്കാലത്തല ഇന്നാ അറദ്നൽ അമാനത على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحمل الإنسان إنه كان ظلوما
ജഹൂല. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു തആല சொன்னது എന്തിനാ ഇതില്? ഇന്ന അറന്നൽ അമാനത, അമാനത്തിനെ ഞങ്ങ വെളിവാക്കിയ ആർക്ക്? അലസമാവാത്തി ആകാശങ്ങൾക്ക്, വൽ അർദി ഭൂമിക്ക്, വൽ ജിബാൽ പർവ്വതങ്ങൾക്ക്. അപ്പൊ ആകാശ ഭൂമിയിലൊട്ടി അള്ളാഹു താല ചെന്ന എന്റെ തക്ലീഫാത്തുകളുണ്ട്. നിസ്കരിക്കണം, നോമ്പൊടിക്കണം, ചൊന്നതനുസരിച്ച് ജീവിക്കണം എന്ന അള്ളാഹുടെ ആ ദീന്റെ നിയമം ആകാശ ഭൂമികൾക്ക് അള്ളാഹു താല എടുത്തുള്ളറാൻ കേട്ട് അത് ഏറ്റെടുക്കും. അത് വേണ്ടതെന്ന് അത് കേട്ടില്ല. ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല റബ്ബേ. വഅഷ്ഫഖ്ന മിൻഹാ വഹമലൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്ത. മനുഷ്യൻ എന്താ അത് ഏറ്റെടുത്ത. എന്നിട്ടതാ അള്ളാഹു തആല ചൊല്ലി ഇന്നഹു കാന സലൂമൻ ജഹൂല, അവൻ അക്രമിയും ജാഹിലുമാണ്. ഇതെന്താ മനുഷ്യക്ക് ഈ അമാനത്തിനെ ഏറ്റെടുത്തല്ലേ ഞങ്ങൾ അത് നിർവഹിക്കാൻ ചെന്നിട്ട് അല്ലെ. ഇപ്പൊ ഞങ്ങൾക്കല്ല തക്ലീഫില് നിസ്കരിക്കുന്നുണ്ട്. ഭൂമിക്ക് കൽപ്പനയുണ്ടോ? ആകാശങ്ങൾക്കുണ്ടോ? പർവ്വതങ്ങൾക്കുണ്ടോ? ഇല്ല. അതേ സമയത്ത് അത് അള്ളാഹുടെ പടപ്പുകളായിട്ടിരിക്കും. അപ്പൊ അതൊക്കെ ബായ് ബണ്ടായി കോതുക തരിക എന്നുള്ളത് എന്നൊരു ചോദ്യമുണ്ട് അല്ലെ. അപ്പൊ അത് എന്താ വെച്ചെങ്കിൽ ഈ ആകാശ ഭൂമികൾ എല്ലാം അള്ളാഹു താല പടച്ചത്, അള്ളാഹുടെ സൃഷ്ടികളായിട്ടിരിക്കുന്നത്. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അതുക്കും കോണ്ടാക്ട് ഉണ്ട്, അതൊക്കെ അത് ബന്ധമുണ്ട്, ലിങ്ക് ഉണ്ട്. ഞങ്ങളൊട്ട് അത് പലക്ക പറയില്ലാന്ന് മാത്രം. നബി തങ്ങളിൽ പലക്കറിഞ്ഞില്ലേ? പർവ്വതത്തൊട്ട് നബി തങ്ങൾക്ക് ഭൂമി സോഫ്റ്റ് ആയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പർവ്വതങ്ങൾ മൃദുവായി കൊടുത്തില്ലേ? അപ്പൊ അത് ഞങ്ങളൊട്ട് ഇക്കൊരു പോലെ അല്ല അള്ളാഹുമായിട്ടുള്ള ബന്ധം. അത് ഞങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആകാശ ഭൂമികൾ കിട്ടി അള്ളാഹു താല കേട്ട അമാനത്ത് തറട്ട. എന്താ അമാനത്ത്? അള്ളാഹ് തന്റെ അമാനത്ത് എന്തിന്? ഇതേ ഞങ്ങൾക്ക് തന്ന അമാനത്ത് ഇപ്പൊ ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ലേ? 5 വഖത്ത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് അല്ലെ. അതിൽ നിന്ന് മനുഷ്യൻ അത് ഏറ്റെടുത്ത. പർവ്വതങ്ങളൊക്കെ പേടിച്ചു പോയിട്ട് അത് ഏറ്റെടുത്തില്ല. അപ്പോ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ലാണ്ടത് ചേർത്ത് മനുഷ്യൻ ഏറ്റെടുത്ത. പക്ഷെ മനുഷ്യൻ ഇപ്പൊ ഏറ്റെടുത്തിട്ട് അത് നിർവഹിക്കാണ്ടിരിക്കുമ്പോ അവൻ എന്താ അവിടെ? നലും അക്രമി അവിടെ. അതിന്റെ അവസാനം എന്താവൂ എന്നത് അവൻ അറിയാത്തവനുമായി പോയാണ്. അപ്പൊ വലിയൊരു ഉത്തരവാദിത്വം എന്ന്. അപ്പൊ അള്ളാഹുടൊട്ടുക ഞങ്ങൾക്കില്ല. അള്ളാഹ് ഞങ്ങൾക്ക് തന്ന അമാനത്തായിട്ടിരിക്കുന്നത് അള്ളാഹുടേതായ ശറഅയുടെ നിയമങ്ങൾ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിഖുടെ ലക്ഷണം 3. ഇദാ ഹദ്ദസ കദബ, പലക്ക പറയ തുടങ്ങിയെങ്കിൽ അവൻ കളവ് ചൊല്ലാം. വൈദാ വഅദ, വാഗ്ദാനാക്കിയെങ്കിൽ അഖ്ലഫയ്ക്ക് വിരുദ്ധ ചെയ്യാം. വഇദ ഉതുമിന, വിശ്വസിക്കപ്പെട്ടാൽ ഖാന, അവൻ വഞ്ചിക്കും. 3 ചൊന്ത്. ഏനെ? 1 കളവ് ചൊല്ലി, 2 അവൻ വാഗ്ദാനാക്കിയ നാളെ തന്നെ തണ്ടില്ല. ഇപ്പോൾ ഇങ്ങനെ നാളെ കിട്ടും, നാളെ കളി ഇങ്ങനെ വാഗ്ദാനം. ചില ആൾമാർ അങ്ങനെയല്ല, ചിലപ്പോ നിർബന്ധിതരായിപ്പോണ്ട് നാളെ തണ്ടെടുത്തോണ്ട് കൊണ്ട് കൊടുക്കുക സാധ്യമില്ല, അങ്ങനെ ഇക്കിടത്. അത് അങ്ങനല്ല. ഈ വഞ്ചനാക്കിടെ നാളെ തന്റെ അല്ലെ നാളെ കളിച്ചോളൂ ഇങ്ങനെ ഡോങ്കിയാക്കിക്കൊണ്ടിരിക്കില്ല, നിർവഹിക്കില്ല. അത് വിശ്വസിക്കപ്പെട്ടാൽ അല്ല, വായത ചെയ്താൽ അതുക്ക് വിരുദ്ധം ചെയ്യുക എന്നുള്ളത്. വാഗ്ദാനക്കേക്ക് വിരുദ്ധാക്കുക. പിന്നെ വിശ്വസിക്കപ്പെട്ടാൽ വഞ്ചിക്കുക. അങ്ങനെ ഓണ്ട് വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയി വഞ്ചനാക്കുക. നന്റേട്ട നാനവിടെ വിശ്വസിച്ചിട്ട് നാനവിടെ വിട്ടുപോയത് അതാ അത്തൽ നാനില്ല ജന്നാൽ നീ നോക്കുക പറമ്പത്ത് ഓനെ അതിൽ നിന്ന് ലൂട്ടി അയക്കുക. അതല്ലെങ്കിൽ നാന് ഇല്ലാത്തപ്പോ നാമായി ബന്ധപ്പെട്ടതിട്ട് നാനവിടെ വിശ്വസിച്ച് ഏൽപ്പിച്ചു പോയത് അതിൽ വഞ്ചനാക്കണേ. അപ്പൊ ഏതാട്ട് ഞങ്ങളെ വിശ്വസിച്ചിട്ട് ഒരാൾ പോയിത്തുണ്ടെങ്കിൽ ആ വഞ്ചനാക്കടെ എന്നുള്ളത് അത് മുനാഫിക്കടെ നിഫാഖിന്റെ ലക്ഷ്യം. മുനാഫിക്ക് തന്നെ ഈ ബദർ യുദ്ധം തുടങ്ങിയാൽ പിന്നെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുനാഫിക്കങ്ങൾ ഉണ്ടാവും. എന്താ മുനാഫിക്ക് എന്നെങ്കിൽ നേരിൽ അങ്ങനെ എതിർലുള്ള നബി തങ്ങളോട്ട് നിസ്കരിക്കാൻ വേണ്ടവർ കൂടുതൽ മൂമിനിങ്ങളൊട്ട് പിറവത്ത് അങ്ങനെ കൽബിൽ ഒരു ഈമാനും ഇല്ല. എപ്പോഴും അങ്ങനെ കൽബിൽ കുഫറായിട്ടിക്കടെ. അപ്പൊ ഇങ്ങനത്തെ ആയിട്ടിരിക്കുന്നു മുനാഫിക്ക് ചൊല്ലേ. ഇങ്ങനെ കാഫിരിങ്ങളെ കാലും കടുപ്പായിട്ടിക്കട് നരകത്തിൽ എനിക്ക് ശിക്ഷ എന്നും. അപ്പൊ അവൻ കാഫിർ തന്നെ ആയിട്ടിക്കട്.
അപ്പൊ ഇങ്ങ പ്രത്യക്ഷത്തിൽ ഇങ്ങ മുസ്ലിമീങ്ങളായിട്ട് കൂട്ടത് കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലത് കൊണ്ടും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ചൊല്ലത് കൊണ്ട് ഖൽബുകൾക്ക് തുറന്നു നോക്കണം നമുക്ക് എന്തില്ല. അപ്പൊ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുക. അപ്പൊ ഇങ്ങായിട്ടിക്കത് മുനാഫിക്ക് ഇങ്ങൾ ചൊല്ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് അങ്ങ് ഇന്നത്. അപ്പൊ ആ മുനാഫിക്കുടെ ലക്ഷണമായിട്ടിക്കത് ഇത് വഫീ റിവായത്തിൻ അതാ അത് മുത്തഫഖുൻ അലൈഹി ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട്. പിന്നെ ഒരു കാര്യത്തിലുള്ളത് വയൻ സാമ അവൻ നിസ്കരിച്ചെങ്കിൽ നോമ്പ് കുളിച്ചെങ്കിലും വസല്ല അവൻ നിസ്കരിച്ചെങ്കിലും വസാമ അന്നഹു മുസ്ലിമുൻ അവൻ മുസ്ലിമു എന്ന് വാദിച്ചെങ്കിലും ഓ മുനാഫിഖ് നിഫാഖ് കൊണ്ട് കൽബിലുണ്ട്. അപ്പോ ഇതിൽ പ്രധാനപ്പെട്ടത് നിങ്ങൾ നോക്കൂ, വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്നുള്ളത് അല്ലെ. ഞങ്ങളെ വിശ്വസിച്ചിട്ട് ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചെങ്കിൽ ഞങ്ങളത് നിർവഹിക്കണം. ഞങ്ങൾ വിശ്വാസത്തെ ദ്രോഹാക്കുക തീരാം. അപ്പൊ വിശ്വാസ വഞ്ചന എന്നായിട്ടിക്കല് ഏത് ഒത്തുമിന ഖാന എന്നുള്ളത്. ഇനി ഹദീത്ത് നമ്പർ 200 ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് വിശദീകരിക്കുക. അള്ളാഹു സാലിഹീങ്ങളിലും നല്ല ഈമാനുള്ളങ്ങളിലും സജ്ജനങ്ങളിലും ഞങ്ങളെ പൊടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആൾക്കാർ ഞങ്ങളോട്ട് ദുആ കൊണ്ട് വസിയത്താക്കിയ കൊള്ളത് അള്ളാഹു ഞങ്ങളൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഞങ്ങളെ ഈ ഗ്രൂപ്പിൽ പലരും പല നിലക്കും സഹായിച്ചുകൊള്ളർ അള്ളാഹു നമുക്കൊക്കെ ധാരാളം ബറക്കത്തുള്ള ചൊരിച്ചു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.